എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. പുണ്യങ്ങളുടെ പൂക്കാലമായിട്ടുള്ള വൈശാഖ മാസം അതിൻ്റെ നിറവിൽ നിൽക്കുകയാണല്ലോ. ഭഗവാന് പ്രിയപ്പെട്ട ഈ മാസത്തിന് വിട ചൊല്ലാൻ നേരത്ത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അപര ഏകാദശി. വൈശാഖത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഈ ഏകാദശിക്ക് അപര എന്ന പേര് വരാനായിട്ടൊരു കാരണമുണ്ട്. നമുക്ക് ലഭിക്കുന്ന പുണ്യത്തിന് അതിരുകളില്ല, അഥവാ അപാരമാണ് എന്ന് തന്നെ. ചെയ്ത പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് ജീവിതത്തിൽ ഐശ്വര്യവും ആത്മവിശ്വാസമൊക്കെ നിറയ്ക്കാനായിട്ട് ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് നമുക്ക് സാധിക്കും കേട്ടോ. വിഷ്ണു ഭഗവാൻ വാമനമൂർത്തിയായിട്ട് ഭക്തരെ അനുഗ്രഹിക്കുന്ന ഈ പുണ്യദിനത്തിൻ്റെ മഹത്വവും വ്രതം എടുക്കേണ്ട കൃത്യമായിട്ടുള്ള രീതിയും സമയവും ഒക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നതൊക്കെയാണ്. വൈശാഖ പുണ്യം പൂർണ്ണതയോടെ നുകരാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഈ വ്രതത്തിൻ്റെ ഒരു മഹത്വം പറയാം. ധനം, പുത്രൻ, കീർത്തി, വിദ്യ, ജീവിത വിജയം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് ഈ വ്രതം അത്യുത്തമമാണ്. അതുപോലെ പാപമുക്തി, ബ്രഹ്മഹത്യ, ഭ്രൂണഹത്യ തുടങ്ങിയ മഹാപാപങ്ങളിൽ നിന്ന് പോലും മുക്തി നേടാനായിട്ട് ഈ വ്രതം സഹായിക്കുമെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മപുത്രരോട് അരുളിയിട്ടുണ്ട്. അതുപോലെ പുണ്യതീർത്ഥഫലം, കാശിയിലെ ശിവരാത്രി വ്രതം, ഗംഗയിലെ പിതൃതർപ്പണം, ബദ്രിനാഥ് ദർശനം എന്നിവയ്ക്ക് തുല്യമായിട്ടുള്ള ഫലം ഈ ഒരു ഒറ്റ വ്രതം വഴി നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ വാമന പൂജ, ഈ ദിവസം ഭഗവാന്റെ വാമന രൂപത്തെ പൂജിക്കുന്നത് വ്രതം പൂർണ്ണമാക്കാനാക്കാൻ സഹായിക്കും കേട്ടോ. പിന്നെ അതുപോലെ വ്രത സമയവും തീയതിയും പറയാം. 2020 വ്രതം അനുഷ്ഠിക്കേണ്ട കൃത്യമായിട്ടുള്ള സമയം ഞാൻ പറയാം കേട്ടോ. ഏകാദശി ദിവസം, അതായത് 2026 മെയ് 13 ബുധനാഴ്ചയാണ് വ്രതം തുടങ്ങേണ്ടത്. അത് മെയ് 12 ദശമി ചൊവ്വാഴ്ച, മെയ് 13 ഏകാദശി ബുധനാഴ്ച വരും, മെയ് 14 ദ്വാദശി വ്യാഴാഴ്ച എന്നിങ്ങനെ 3 ദിവസങ്ങളിലായിട്ടാണ് വ്രതം നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ഈ ഹരിവാസര സമയം എന്ന് പറയുന്നത് ഏകാദശി ദിവസം, അതായത് മെയ് 13 തീയതി രാവിലെ 7:44 മുതൽ വൈകുന്നേരം 6:52 വരെയാണ് ആ ഒരു ഹരിവാസര സമയം വരുന്നത്. ഭഗവാന്റെ സാന്നിധ്യം ഏറുന്ന ഏറ്റവും നല്ലൊരു സമയമാണ് ആ ഒരു സമയം. ഈ സമയത്ത് നമ്മൾ ജപിക്കുന്ന നമ്മൾക്ക് ഇരട്ടി ഫലം ലഭിക്കും കേട്ടോ. അതുപോലെ തന്നെ പാരണ സമയം എന്ന് പറയുന്നത് വ്രതം അവസാനിപ്പിക്കുന്ന സമയമാണ്. മെയ് 14 വ്യാഴാഴ്ച രാവിലെ 6-നും 8:35 ഇടയിലുള്ള സമയത്താണ് നമ്മൾ തുളസി തീർത്ഥം കുടിച്ചോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് തീർത്ഥം സേവിച്ചോ നമുക്ക് വ്രതം അവസാനിപ്പിക്കാം. അനുഷ്ഠിക്കേണ്ട രീതികളെന്ന് പറഞ്ഞത്, ഏകാദശിയുടെ തലേ ദിവസമായിട്ടുള്ള ദശമി മുതൽ നമ്മൾ വ്രതം ആരംഭിക്കണം. അതായത് ഈ ദിവസം രാത്രിയിൽ അരിഭക്ഷണം ഒഴിവാക്കി ലഘുവായ ഭക്ഷണം, അതായത് ഗോതമ്പ് വിഭവങ്ങളോ ഫലങ്ങളോ ഒക്കെ കഴിച്ച് ഇങ്ങനെയാണ് നമ്മൾ ഒരിക്കലെടുക്കുക എന്ന് പറയുന്നത്. പിറ്റേ ദിവസത്തെ പൂർണ്ണ ഉപവാസത്തിനായിട്ട് ശരീരത്തിനെയും മനസ്സിനെയും തയ്യാറാക്കുക എന്നാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ അടുത്തത് ചെയ്യേണ്ടത് ഏകാദശി, അതായത് പിറ്റേ ദിവസം ഏകാദശി മെയ് 13 ബുധനാഴ്ചയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വ്രതദിനമാണ്. അപ്പോൾ പുലർച്ചെ നിങ്ങൾ എപ്പോഴും സൂര്യോദയത്തിന് മുന്നേ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് പൂജാമുറിയിലോ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിലോ നെയ്വിളക്കൊക്കെ കത്തിച്ച് തുളസിയിട്ട വെള്ളമൊക്കെ നിവേദിക്കുക, ഭഗവാന്റെ മുന്നിൽ അർപ്പിക്കുക. എന്തെങ്കിലും പ്രസാദം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. അന്നേ ദിവസം പൂർണ്ണ ഉപവാസം സാധിക്കുമെങ്കിൽ വെള്ളം പോലും കുടിക്കാതെ വ്രതം നോക്കുന്നവരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പലവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. പ്രായമായവരും കുഞ്ഞുകുട്ടികളും ഗർഭിണികളൊക്കെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പഴങ്ങളും പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം. പിന്നെ നമുക്ക് ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തവർക്ക് പാൽ, പഴങ്ങളൊക്കെ കഴിക്കാൻ കുഴപ്പമില്ല. ധാന്യങ്ങൾ ഇല്ലാത്ത ലഘുഭക്ഷണം കഴിക്കുക കേട്ടോ. ഒഴിവാക്കേണ്ടവ എന്ന് പറയുമ്പോൾ അരിഭക്ഷണം, പരിപ്പ്, പയർവർഗ്ഗങ്ങൾ, ഉള്ളി, വെളുത്തുള്ളി എന്നിവ പാടെ ഒഴിവാക്കണം. പിന്നെ ഈ ദിവസം മുഴുവൻ നമ്മൾ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുക. വിഷ്ണു സഹസ്രനാമം, ഭാഗവതം, ഭഗവത്ഗീത എന്നിവ പാരായണം ചെയ്യുന്നത് വിശേഷമാണ്. മൗനവ്രതം പാലിക്കുന്നത് മനസ്സിനെ കൂടുതൽ ഭഗവാനിലേക്ക് അടുപ്പിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്കിത് വായിക്കാനൊന്നറിയിൽ ഭഗവത്ഗീത പാരായണം ചെയ്തില്ലെങ്കിലും കേൾക്കുന്നത് നല്ലതാണ്. അതുപോലെ ഹരിവാസര സമയം പറഞ്ഞല്ലോ, മെയ് 13 7:44 മുതൽ 6:52 വരെയാണ് ഈ ഏകാദശിയുടെ ഏറ്റവും പുണ്യമായ സമയമാണ്. പ്രത്യേകത എന്ന് വെച്ചാൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ സാന്നിധ്യ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് പകലുറക്കം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പകൽ സമയം നമ്മൾ നാമജപത്തിലോ ഭക്തി പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിലൊക്കെ മുഴുകണം കേട്ടോ. പിന്നെ തുളസിയില നമ്മൾ തലേ ദിവസം പറിച്ചു വയ്ക്കണം. അന്നേ ദിവസം നമുക്ക് തുളസിക്ക് നനയ്ക്കുന്നതും തുളസിയുടെ മന്ത്രം ചൊല്ലുന്നതൊക്കെ നല്ലതാണ്. പിന്നെ ദ്വാദശി ദിവസമാണ് അടുത്തത് പാരണ, അതായത് മെയ് 14 വ്യാഴാഴ്ച വ്രതം അവസാനിപ്പിക്കുന്ന ചടങ്ങാണ് പാരണ വീടുക എന്ന് പറയുന്നത്. അതായത് സമയം രാവിലെ 6 മണി മുതൽ 8:35 വരെയാണ് ആ പാരണ സമയം കേട്ടോ. കുളിച്ച് ഭഗവാനെ വന്ദിച്ച ശേഷം തുളസി തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം. ഇതിന് ശേഷം സസ്യാഹാരം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ദ്വാദശി ദിവസവും പകലുറക്കം പാടില്ല. പലവരും വന്ന് ചോദിക്കാറുണ്ട്, ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് നോൺ വെജൊക്കെ കഴിക്കാമോ എന്ന്. അപ്പോൾ അന്നത്തെ ദിവസം ഒഴിവാക്കണം. അതുപോലെ ആ ദിവസവും നമ്മൾ ഉറങ്ങാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു അപര ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഒത്തിരിയേറെ ഗുണങ്ങൾ നമുക്ക് തരും.
നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനും മനസ്സിനെ ഭഗവാനിലേക്ക് ഏകാഗ്രമാക്കാനുള്ള വലിയൊരു അവസരമാണ് ഈ വ്രതം. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ കഠിനമായിട്ടുള്ള ഉപവാസം എടുക്കാതെ ഭക്തിയോടെ നാമജപത്തിന് പ്രാധാന്യം നൽകിയാലും ഭഗവാൻ പ്രസാദിക്കും കേട്ടോ. അതുപോലെ തന്നെ ഏകാദശി രാത്രിയിൽ നെയ്ദീപം തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏകാദശി ദിവസം നിങ്ങൾ രാത്രിയിൽ ഭഗവാന് മുന്നിൽ നെയ്ദീപം തെളിയിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കുമെന്ന് വിശ്വാസമുണ്ട്. മനസ്സിനുള്ളിൽ ഇരുളകറ്റി ഭക്തിയുടെ വെളിച്ചം നിറയ്ക്കുന്നതിനോടെ ഇത് സൂചിപ്പിക്കുന്നത്. ഏകാദശി രാത്രിയിൽ ഉറക്കം വിളിച്ചിരുന്ന് നാമജപം നടത്തുന്നവർ ഈ ദീപത്തിന് മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് കേട്ടോ. അതുപോലെ തന്നെ ദ്വാദശിയിൽ പിതൃതർപ്പണം. ഏകാദശി വ്രതം ശുദ്ധിയോടെ ഇരുന്ന ശേഷം പിറ്റേ ദിവസം ദ്വാദശി പിതൃക്കളെ സ്മരിക്കുന്നതും അവർക്കായിട്ട് ദർപ്പണം നടത്തുന്നതും പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ പൂർവികർക്ക് മോക്ഷം ലഭിക്കാൻ ഈ വ്രതഫലം സമർപ്പിക്കുന്നത് വലിയൊരു പുണ്യമാണ്. അപ്പം നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ പിതൃതർപ്പണം ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ദ്വാദശി ദിവസം അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ആ ദിവസം അങ്ങനെ ചെയ്യാൻ നോക്കുക. പിന്നെ ദാനധർമ്മങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്ന പോലെ ദരിദ്ര സേവയാണ് നാരായണ സേവ എന്ന് പറയുന്നത്. വ്രതം അവസാനിപ്പിക്കുന്ന ദ്വാദശി ദിവസം പാവപ്പെട്ടവർക്കോ വിശന്നവർക്കോ നന്നായിട്ട് വിശന്ന് ഇരിക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നത് വ്രതത്തിൻ്റെ ഫലം പൂർണ്ണമാക്കും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ ഭക്തരെ സംബന്ധിച്ച് അന്നദാനം ഏറ്റവും വലിയൊരു ആരാധനയാണ്. വ്രതം അവസാനിപ്പിക്കുമ്പോൾ ദാനധർമ്മങ്ങൾക്കും വലിയൊരു പ്രാധാന്യമുണ്ട്. ഏകാദശി രാത്രിയിൽ നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും ദ്വാദശി നാളിൽ പിതൃക്കളെ സ്മരിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഒപ്പം കഴിയുന്നവർ ഈ പുണ്യദിനങ്ങൾ അന്നദാനവും നടത്തുക. ഗുരുവായൂരപ്പനും വിശക്കുന്ന കുട്ടികൾ ഒരു കഥയുണ്ട് കേട്ടോ. പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ഒരു ഐതിഹ്യമാണിത്. അവധിക്കാലം ആയതുകൊണ്ട് തന്നെ ധാരാളം കുട്ടികൾ ക്ഷേത്ര പരിസരത്ത് കളിച്ചു നടക്കുമായിരുന്നു. ആ കാലത്ത് പല വീടുകളിലും പണ്ട് കാലത്തൊക്കെ പട്ടിണിയും പ്രയാസങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ക്ഷേത്രത്തിലെ നിവേദ്യവും പ്രസാദവും കഴിക്കാനായിട്ട് പല കുട്ടികളും അവിടെ എത്തിയിരുന്നു. ക്ഷേത്രത്തിലെ കൊടിമരത്തിനടുത്ത് ഭക്തർ വഴിപാടായിട്ട് നാണയങ്ങളൊക്കെ ഇടുന്ന ഒരു വലിയൊരു കുന്നിക്കൊരു പാത്രമുണ്ട്. വിശപ്പ് സഹിക്കാനാതെ വന്നപ്പോൾ കുറച്ച് കുട്ടികൾ ആ പാത്രത്തിൽ നിന്നും ചില നാണയങ്ങളെടുത്ത് അമ്പലത്തിന് പുറത്ത് പോയി പഴം വാങ്ങി കഴിച്ചു. ഇത് കണ്ടു നിന്ന ഒരാൾ അധികാരികളോട് പരാതിപ്പെട്ടു. കുട്ടികളെ പിടിച്ചു ചോദ്യം ചെയ്തപ്പോൾ അവർ സത്യം സമ്മതിച്ചു. കുട്ടികൾക്ക് ശിക്ഷയായിട്ട് അധികാരികൾ വിധിച്ചത് ഇതായിരുന്നു: കൈകൾ പിന്നിലോട്ട് കെട്ടിയിട്ടിട്ട് അമ്പലത്തിന് ചുറ്റും 5 തവണ ഓട്ടപ്രദക്ഷിണം നടത്തണം. അതിനുശേഷം കൊടിമരത്തിന് മുന്നിൽ വീണ് ക്ഷമാപണം നടത്തണമെന്നാണ് അവർ പറഞ്ഞത്. കുട്ടികളുടെ കൈകളൊക്കെ കെട്ടി ഓടാൻ തുടങ്ങി. എന്നാൽ കണ്ടു നിന്നവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ ഒരു കൂടെ ആവശ്യത്തോടെ ഓടാൻ ഒരു മനോഹരമായിട്ടുള്ളൊരു പുതിയൊരു കുട്ടി കൂടി വന്നു ചേർന്നു. ആ കുട്ടിക്ക് യാതൊരു ക്ഷീണവും ഇല്ലായിരുന്നു. ഓട്ടം കഴിഞ്ഞ് എല്ലാവരും നമസ്കരിക്കാൻ നേരത്താണ് ആ അശരീരി മുഴുങ്ങിയത്. ആ പിഞ്ചുകുട്ടികളെ ശിക്ഷിക്കരുത്. വിശപ്പ് സഹിക്കാനാവാതെ അവർ എന്നോട് അനുവാദം ചോദിച്ചിട്ടാണ് ആ നാണയത്തൊട്ടുകളെല്ലാം എടുത്തത്. അവർ കഴിച്ച പഴം എനിക്കും കൂടി സമർപ്പിച്ചതാണ്. അതുകൊണ്ടാണ് അവരോടൊപ്പം ഓട്ടപ്രദക്ഷിണം നടത്താൻ ഞാനും വന്നത്. എൻ്റെ സന്നിധിയിൽ ഒരു കുട്ടിയും പട്ടിണി കിടക്കാൻ ഇടവരരുത്. സാക്ഷാൽ ഗുരുവായൂരപ്പനായിരുന്നു ആ അശരീരിയിൽ സംസാരിച്ചത്. ആ സംഭവത്തിന് ശേഷമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്കായിട്ട് പ്രസാദോട്ട്, അതായത് അന്നദാനം വലിയൊരു രീതിയിൽ തുടങ്ങിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദരിദ്ര സേവയാണ് നാരായണ സേവ എന്ന് ഭഗവാൻ നമ്മളെ നേരിട്ട് കാട്ടിത്തന്ന സന്ദർഭമാണിത്. അതുകൊണ്ട് ഈ ഏകാദശി നാളിൽ നാമജപത്തോടൊപ്പം തന്നെ വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്നതിനും അന്നദാനം മുൻഗണന നൽകുക കേട്ടോ. അപ്പോൾ പറ്റുന്നവർക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. വിശക്കുന്നവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക, നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് ചെയ്തു കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയ് 13-ാം തീയതി ബുധനാഴ്ച നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഭക്തിയോടെ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. ചെയ്ത പാപങ്ങളൊക്കെ അകന്നു പോകാനും ഭഗവാന്റെ അപാരമായിട്ടുള്ള അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാനും ഈ പുണ്യദിനം നമുക്ക് പ്രയോജനപ്പെടുത്തും. ഗുരുവായൂരപ്പൻ ആ കുട്ടികളിലൂടെ കാട്ടിത്തന്നതുപോലെ ഭഗവത് ചിന്തയോടൊപ്പം തന്നെ സഹജീവികളോടുള്ള ഒരു കരുണയും അന്നദാനവും നമ്മുടെ വ്രതത്തിൻ്റെ ഭാഗമാകട്ടെ. വൈശാഖ മാസത്തിലെ ഈ വിശേഷപ്പെട്ട ഏകാദശി എല്ലാവർക്കും ഐശ്വര്യപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാൻ. അതുവരെയും നന്ദി, നമസ്കാരം.